ഇന്നൊരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മറ്റു ചേരുവകൾ 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയത്, ഒരു വലിയ കിഴങ്ങും ചെറിയ കിഴങ്ങും എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി. ഇത്രയൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാള കൂടി അരിഞ്ഞ് ചേർക്കണം. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇഞ്ചി ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള പൊടികൾ: 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിലും താഴെ മുളക് പൊടി. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതെല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനെല്ലാം വേണ്ട ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ചേർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 7-8 വെളുത്തുള്ളി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇത്രയൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് കളർ മാറി തുടങ്ങുന്ന ആ ഒരു പാകമാകുമ്പോൾ എടുക്കാം. കണ്ടോ, ഈ ഒരു പാകം മതിയാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കണക്കിനാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കുക്കർ തുറന്നിട്ടുണ്ട്. എയറൊക്കെ പോയി, കിഴങ്ങൊക്കെ നല്ല വെന്തിട്ടുണ്ട്, എന്നാൽ കുഴഞ്ഞൊന്നും പോയിട്ടുമില്ല. ഇനി ഇത് മറ്റൊരു വെസലിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ജാറ് കഴുകി ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെക്കുക. ഒരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ തിള വന്നിട്ടുണ്ട്. കുറച്ച് കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം, കുറച്ചൊക്കെ അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഒരു തിള വരുന്നത് വരെ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ തിളയൊക്കെ വന്നിട്ടുണ്ട്. ചാറൊക്കെ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ ഇത് കട്ടിയാകും. അതുകൊണ്ട് ഈ ഒരു പാകത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും താളിച്ചതിലേക്ക് ഒഴിക്കാം. ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. നിർബന്ധമൊന്നുമില്ല, ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ്. ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.